എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡറുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ നിവർത്തി വെച്ച് ആ സ്റ്റിച്ചിങ് പോയിൻറ്റുകൾ തമ്മിൽ കറക്റ്റായിട്ട് വരണം. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ് പോയിൻറ്റുകൾ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഒന്ന് പിൻ കുത്തി കൊടുത്താലും കുഴപ്പമില്ല, ആദ്യമായിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നവരെ. ഇനി നമ്മൾ ആ വെച്ച് കൊടുക്കുന്ന ആ ഒരു പീസിനെ ഇങ്ങനെ നിവർത്തിയതിന് ശേഷം നമ്മൾ ആ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഈ ഒരു സ്റ്റിച്ചിങ് പോയിൻറ്റുകൾ തമ്മിൽ ആ കറക്റ്റ് സെൻറ്റർ പോയിൻറ്റ് തമ്മിൽ കറക്റ്റായിട്ടായിരിക്കണം കിട്ടേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെയാണ് നമ്മളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആ സ്റ്റിച്ചിങ് പോയിൻറ്റുകൾ തമ്മിൽ മാറിപ്പോകരുത്. മാറിപ്പോയാൽ പിന്നെ നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സ്റ്റിച്ചിങ് പോയിൻറ്റ് തമ്മിൽ കറക്റ്റായിട്ട് വെക്കുക. അവിടെ ഒന്ന് പിൻകുത്തി കൊടുക്കുക. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ 2 ടൈംസ് ചെയ്തോണേ, സ്റ്റിച്ച് ചെയ്തെടുത്തോണം. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യണേ. നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മളിതിനെ ഇങ്ങനെ നിവർത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ഈ അകത്ത് വെച്ചിരിക്കുന്ന സ്ട്രിപ്പ് ഇതുപോലെ നമുക്ക് കിട്ടും. ലൈനിങ് ഇല്ലാത്തപ്പം നമ്മൾ എങ്ങും തയ്യൽ തുമ്പ് എങ്ങും നമ്മൾ കൈത്തയ്യൽ എങ്ങും സ്റ്റിച്ചിങ് ചെയ്യുന്നില്ല. നമ്മുടെ ഈ നല്ല ഭാഗത്തൂടെ എങ്ങും കാണുന്നില്ല. ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബാലൻസ് നിൽക്കുന്നത് അങ്ങ് കട്ട് ചെയ്ത് നമ്മൾ കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ ലൈനിങ് ഒന്നും വെക്കാത്തപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മളുടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പം നെക്കിൻ്റെ ഭാഗത്ത് എങ്ങും നമ്മൾ കൈത്തയ്യലെങ്ങും വെളിയിലെങ്ങും കാണത്തില്ല. നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ ഒരു സൈഡും ഇതുപോലെ തന്നെ കറക്റ്റായിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു ഭാഗം വെച്ച് കൊടുക്കുന്നത്. അവിടെ നമുക്ക് ചുളുക്കമൊന്നും വരാൻ പാടില്ല. കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് നിൽക്കുന്നത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.